എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 14 ശ്ലോകം 57, 58, 59, 60, 61 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഈ 5 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 14-ാമത്തെ അധ്യായം ബ്രഹ്മസ്തുതി എന്ന പരമ പുണ്യമായിട്ടുള്ള ഈ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഭഗവാനെ കൂടാതെ എന്തൊരു വസ്തുവാണ്? ഭഗവാൻ ശ്രീകൃഷ്ണനെ കൂടാതെ ഒരു വസ്തുവും ഈ ലോകത്തിലില്ല എന്നത് ഉറപ്പിച്ചു പറയാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 57. സർവേഷാമപി വസ്തൂനാം ഭാവാർത്ഥോ ഭവതി സ്ഥിതഃ തസ്യാപി ഭഗവാൻ കൃഷ്ണ കിമതത് വസ്തു രൂപ്യതാം. കാര്യരൂപേണ കാണപ്പെടുന്ന സകല പദാർത്ഥങ്ങളുടെയും സ്ഥിതി അവയുടെ കാരണത്തിലാണ്. കടകം, കുണ്ടലം, ഇതൊക്കെ ആഭരണങ്ങള്, അതെല്ലാം സ്വർണം കൊണ്ടുണ്ടാക്കിയതാണല്ലോ. അപ്പൊ അവരുടെ പൂർണ്ണരൂപമായ സ്വർണത്തിലും, കുടം, ജരാത് മുതലായ പാത്രങ്ങള് അതൊക്കെ മണ്ണിലും, വസ്ത്രങ്ങള് ഒക്കെ നൂലിലും ഒക്കെ സ്ഥിതങ്ങളാണ് അല്ലെ. നൂലുകൊണ്ടല്ലേ വസ്ത്രങ്ങൾ ഉണ്ടാക്കിക്കണു. കടം മുതലായവ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിരിക്കണു. ആഭരണങ്ങള് സ്വർണം കൊണ്ട്, സ്വർണത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോ ലോകത്തില് കാണപ്പെടുന്ന സകല ഭൗതികങ്ങളും അവയുടെ കാരണമായ പഞ്ചഭൂതങ്ങളിലാണ് ഇരിക്കുന്നത്. ഭൂതങ്ങളും അവയുടെ കാരണമായിരിക്കുന്ന പ്രകൃതിയിൽ ഇരിക്കുന്നു. പ്രകൃതിയോ, ഈ പ്രകൃതി എവിടെയായിരിക്കുന്നത്? പുരുഷനിലിരിക്കുന്നു, ഈശ്വരനിൽ ഇരിക്കുന്നു. അതുകൊണ്ട് സർവകാരണമായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ കൂടാതെ എന്തൊരു വസ്തുവാണ് ലോകത്തിലുള്ളതെന്ന് നന്നായിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ എന്ന് പറയുന്നു. സൂക്ഷ്മമായിട്ട് ആലോചന ചെയ്താൽ ഭഗവാൻ ഒഴിച്ച് മറ്റൊന്നും ഇല്ല എന്ന് നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സമാശ്രിതായേ പദപല്ലവപ്ലവം മഹൽപദം പുണ്യയശോ മുരാരേ ഭവാംബുധിർവത്സപദം പരം പദം 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 യത് വിപദാം നതേഷാം. ശ്രീ ഭഗവാൻ മാത്രം പരമാർത്ഥമായിരിക്കുന്നതുകൊണ്ട് ആര് ഭഗവാനെ മാത്രം ശരണമായി കരുതുന്നുവോ അവർക്ക് മോക്ഷം അയത്നമായിട്ട് സിദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതായി പ്രകരണം ഉപസംഹരിക്കുന്നത്. ഭഗവാനെ പറ്റി കീർത്തുകയും ഭഗവാന്റെ കഥകള് ശ്രവിക്കുകയും ചെയ്യുന്നവരുടെ അന്ധക്കരണ മാലിന്യത്തെ കളഞ്ഞ് പരിശുദ്ധമാക്കുന്ന ആ പുണ്യമായ കീർത്തിയോടുകൂടിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ മനോഹരമായിരിക്കുന്നതും ബ്രഹ്മാദി ദേവന്മാർക്ക് കൂടി ആശ്രയമായിരിക്കുന്നതുമായ ആ പാദപല്ലവത്തെ സംസാര സമുദ്രം കടക്കാനുള്ള കപ്പലായിട്ട് യാതൊരുവർ നിർവ്യാജമായിട്ട് ആശ്രയിക്കുന്നുവോ ഭഗവാന്റെ പാദപല്ലവം തന്നെ എന്റെ സംസാര ദുഃഖം നിശേഷം തീർത്ത് എന്റെ പരമാർത്ഥ സ്വരൂപബോധം എനിക്ക് നൽകി രക്ഷിക്കണം എന്ന് വിചാരിച്ച് സർവാത്മനാ ശരണം പ്രാപിക്കുന്നുവോ അവർക്ക് സംസാര സമുദ്രം, ഒരു പശുക്കുട്ടിയുടെ കുളമ്പടിയിൽ നിൽക്കുന്ന വെള്ളത്തെ ചാടിക്കടക്കാൻ എത്ര എളുപ്പമാണോ അത്ര എളുപ്പത്തിൽ കടക്കാൻ കഴിയും. ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഈ ഉദാഹരണം. അതുപോലെ അത് തന്നെ എപ്പോഴും പറയണം, വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയണം നമുക്ക് വേണ്ടിയിട്ട്. പരമപദമായിരിക്കുന്ന ആ വൈകുണ്ഠമാണ് അവരുടെ വാസസ്ഥാനം. ജനന മരണ പ്രവാഹ രൂപമായിരിക്കുന്ന ആപത്തിന്റെ ആസ്പദമായിരിക്കുന്ന പുനർജന്മം അവർക്ക് ഉണ്ടാവുകയില്ല. ഭഗവാന്റെ പാദങ്ങൾ ആശ്രയിക്കൂ. എന്നാൽ ഇതൊന്നും ആപത്ത്, ജനന മരണ പ്രവാഹ രൂപമായിരിക്കുന്ന ആപത്തിന്റെ ആസ്പദമായിരിക്കുന്ന പുനർജന്മം അവർക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറയണു. പിന്നെതാ ശ്രീ സുഖബ്രഹ്മർഷി പറയണു, ഏതത്തേ സർവമാഖ്യാതം യൽ പൃഷ്ടോഹമിഹത്വയാ യത് കൗമാരേ ഹരികൃതം പൗഗണ്ഡേ പരികീർത്തിതം.
ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണ ഭഗവാൻ കൗമാരാവസ്ഥയിൽ ചെയ്ത അഘാസുരവധം ഗോപബാലന്മാര് പൗഗണ്ഡാവസ്ഥയിൽ വ്രജത്തിലുള്ളവരോട് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞപ്പോ അതിനുണ്ടായ കാരണം എന്താണെന്ന് ആശ്ചര്യയുക്തനായിട്ട് അങ്ങ് ചോദിച്ചില്ലേ? അതിനുള്ള മറുപടി, അതിനുള്ള ശരിയായ ഉത്തരം ഞാനിപ്പോൾ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്നു ശ്രീ ശുഖബ്രഹ്മർഷി. ഏതൽ സുഹൃദ്ഭിശ്ചരിതം മുരാരേ അഘാർദനം ശാന്തുലജേമനം ച വ്യക്തേതരൂപമജോർവഭിഷ്ടവം ശൃണ്വൻ ഗൃണന്നേതി നരോഖിലാർത്ഥാൻ. ഇങ്ങനെ മുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ 3 അധ്യായങ്ങൾ പാരായണം ചെയ്യുകയും ശ്രവിക്കുകയും ചെയ്യുന്നവർക്കുള്ള ഫലം പറയുകയാണ് ഭഗവാൻ. ശ്രീ മുരാരി സഖാക്കളോട് ഒരുമിച്ച് ചെയ്ത ലീലാവിശേഷങ്ങളെയും അഘാസുരവധത്തെയും പച്ചപ്പുല്ല് നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തിരുന്ന് പ്രാകൃതൻ എന്ന പോലെ ആചരിച്ച ആ വനഭോജനത്തെയും ബ്രഹ്മാവ് ചെയ്ത മഹത്തായ സ്തോത്രത്തെയും ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ഭഗവാന്റെ സ്വരൂപ വൈഭവത്തെയും ആര് പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നുവോ അവര് ഭഗവത് ഭക്തന്മാരായി ഭവിച്ച് ഐഹിക സുഖഭോഗങ്ങളും അവസാനത്തിൽ മോക്ഷവും പ്രാപിക്കുന്നു. അവർക്ക് എല്ലാ സുഖങ്ങളും ഐഹികമായിട്ടും ഭൗതികമായിട്ടും പിന്നെന്താ മോക്ഷവും കൂടി ലഭിക്കും എന്ന് പറയുന്നു ഈ 3 അധ്യായങ്ങൾ പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്താൽ. ഏവം വിഹാരൈ കൗമാരേ കൗമാരം ജഗദുർവ്രജേ നിലായനൈ സേതുബന്ധേർ മർക്കടോൽപ്ലവനാദിഭി. കൗമാരാവസ്ഥയില് കുട്ടികൾ ഇങ്ങനെ കളിക്കണ്ടല്ലോ, സാധാരണയാണത്. ഒളിച്ചു കളിക്കുക, നദികളിലും മറ്റും അണ കെട്ടുക, മരങ്ങളിൽ കയറി കുരങ്ങുകളെ പോലെ ഒരു കൊമ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടുക, ഇങ്ങനെയുള്ള കളികൾ കൊണ്ട് ബലരാമനും ശ്രീകൃഷ്ണനും ആ ഗോകുലത്തില് അവരുടെ കൗമാരകാലം കഴിച്ചുകൂട്ടി എന്ന് പറയുന്നത് അവസാനം. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ബ്രഹ്മസ്തുതിർനാമ ചതുർദശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. അതിമനോഹരമായിട്ടുള്ള ഈ ബ്രഹ്മസ്തുതി എന്ന ഈ 14ാമത്തെ അധ്യായം ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.